الحمد لله الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد لا إله إلا الله الموجود بكل زمان لا إله إلا الله المعبود بكل مكان لا إله إلا الله المعروف بكل إحسان لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ همت طائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ
റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മായങ്ങും റോള കാണാനാ എന്നിൽ കൊതിയേറായ ഖൈറാം തിരുറോള ഞാൻ കണ്ടില്ല കൽബിൽ നിറഞ്ഞുള്ള ആശ പോറ്റില്ല ഖൈറാം തിരുറോള ഞാൻ കണ്ടില്ല കൽബിൽ നിറഞ്ഞുള്ള ആശ പോറ്റില്ല എന്റെ ഹബീബിനായി ഞാൻ തേങ്ങില്ല എന്റെ മാനം ഒട്ടും കൊളിർത്താതില്ല എന്റെ ഹബീബിനായി ഞാൻ തേങ്ങില്ല എന്റെ മാനം ഒട്ടും കൊളിർത്താതില്ല എൻ കനവിൽ നബിയേ അരികിൽ വന്നണയോ തനിയേ എൻ കനവിൽ നബിയേ അരികിൽ വന്നണയോ തനിയേ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ഏറ്റവും ബഹുമാനതരം നിറഞ്ഞ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയമുള്ള പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, ഉസ്താദുമാർ, പ്രത്യേകിച്ച് അന്തമാൻ ഖാദി ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ റാഹത്തോടെ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോട് കൂടെയുള്ള മരണം തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു അവരുടെയൊക്കെ ഖബറിടം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ രോഗത്തിന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സംഗമം മജ്‌ലിസുന്നൂർ വാർഷികം ഒരുമിച്ച് കൂട്ടാൻ പ്രയാസപ്പെട്ട, ഇതിനു വേണ്ടി സഹായിച്ച, സഹകരിച്ച ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, ഇവിടുത്തെ SKSF-ന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സമയമേറെ അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുത്ത് വലിയൊരു ഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ജുമലുല്ലൈലി തങ്ങൾ, മുബശ്ശിർ ജുമലുല്ലൈലി തങ്ങളുടെ പ്രാർത്ഥനയും മജ്‌ലിസുന്നൂറൊക്കെ ഇവിടെ നടക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും നമ്മിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു ദിവസം മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് അല്പം മീഡിയയിലുള്ള ആളുകൾ കടന്നു വരികയാണ്. കുറച്ച് മീഡിയക്കാര് ഹൈദർ അലി തങ്ങളുടെ വീട്ടിലേക്ക് വന്നു.
ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ മീഡിയക്കാർ ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹൈദർ അലി തങ്ങളെ, എന്തിനാണ് നിങ്ങൾ മജ്‌ലിസുൻ നൂർ എന്ന് പറയുന്ന ഈ ആത്മീയമായ ഈ മജ്‌ലിസ് ഇത്രത്തോളം വിപുലമായ രൂപത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും മറ്റ് രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കാൻ മാത്രം ഇത്രയേറെ മനസ്സുകളിൽ ഇടം നൽകിയ ഈ ഒരു മജ്‌ലിസുൻ നൂർ എന്ന് പറയുന്ന ഈ ആത്മീയ മജ്‌ലിസിന് അങ്ങെന്തിനാണ് അവരിലേക്ക് ഈ മജ്‌ലിസുൻ നൂർ ചൊല്ലാനുള്ള കൽപ്പനകൾ നൽകിയത്? അതിനുള്ള ആഹ്വാനം നൽകാനുള്ള കാരണം എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളോട് മീഡിയക്കാർ വന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞങ്ങളുടെ പിതാവ് പൂക്കോയത്തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ ഞങ്ങളുടെ പിതാവായ ഞങ്ങളുടെ പൂക്കോയത്തങ്ങൾ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ വീട്ടിലുള്ളവരെയും എല്ലാം ഒരുമിച്ചിരുത്തി ആ ഒരുമിച്ചിരിക്കലിൽ ഞങ്ങൾ ബദരീങ്ങളുടെ നാമം പറയുകയും അവിടെ വെച്ച് ഇന്നീ കാണുന്ന മജ്‌ലിസുൻ നൂറിൽ നമ്മൾ പറയപ്പെടുന്ന 313 ബദരീങ്ങളുടെ നാമം പറയുകയും അവിടെ വെച്ച് ഞങ്ങളുടെ പിതാവ് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയും ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രശ്നങ്ങൾക്കും ആ പ്രയാസങ്ങൾക്കും പരിഭവങ്ങൾക്കും ഒരു പരിഹാരമായി ഞങ്ങൾ കാണാറുണ്ട്. അന്ന് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോ ഈ 313 ബദരീങ്ങളുടെ നാമം പറഞ്ഞിട്ടാണ് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തത്. അത് തന്നെയാണ് എനിക്ക് പ്രേരണയായതും അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയേറെ മോശപ്പെട്ട ഈ കുലിശിത കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് 313 ബദരീങ്ങളെ മുൻനിർത്തി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് എന്റെ ജീവിതം കൊണ്ട് സാക്ഷിയാക്കിയിട്ടാണ് ഈ കാണുന്ന മജ്‌ലിസുൻ നൂർ എന്ന് പറയുന്ന ഈ സദസ്സ് ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇന്ന് നടത്തപ്പെടുന്നത് എന്ന് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് ഈ മണ്ണാർക്കാടിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതും അതേ മജ്‌ലിസുൻ നൂറിന്റെ പേരിലാണ്. കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലുമായി ഒരുപാട് സദസ്സുകളിൽ നമ്മൾ പങ്കെടുത്തതാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. മജ്‌ലിസുൻ നൂറിന്റെ സദസ്സിൽ നിന്ന് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരം കിട്ടിയ എത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ പറയാനുണ്ട്. എത്രയോ ആളുകൾ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഈ സദസ്സിൽ വന്നിരുന്ന് മജ്‌ലിസുൻ നൂർ എന്ന് പറയുന്ന ഈ മജ്‌ലിസിൽ, ആത്മീയ മജ്‌ലിസിൽ പങ്കെടുത്ത് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ തീർച്ചയായും പടച്ച റബ്ബ് അതിന് ഉത്തരം തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ പറയപ്പെടുന്നത് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകനെ മുൻനിർത്തി, അവിടുത്തെ അനുയായികളെ മുൻനിർത്തി, അവിടുത്തെ പട്ടാളത്തെ മുൻനിർത്തി നമ്മൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ തീർച്ചയായും ആ ദുആക്ക് ഇജാബത്തുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ വാർഷികമായ ഇന്ന് അതേ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് വന്നിട്ട് ഇവിടുന്ന് ദുആ ചെയ്യുമ്പോ ഈ ദുആയ്ക്കും ഈ മജ്‌ലിസിനും വലിയ പവിത്രതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ പങ്കെടുക്കണം, ഇരിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എന്താണ് മജ്‌ലിസുൻ നൂർ? ആരാണ് ബദരീങ്ങൾ? ആ ബദരീങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഖൈല തങ്ങൾ പറയുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഇബ്നു ഖൈല തങ്ങൾ അദ്ദേഹത്തിന്റെ നാടായ ആ നാട്ടിൽ താനും തന്റെ കൂട്ടുകാരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഖൈല തങ്ങൾ പറയുകയാണ്, തന്റെ നാട്ടിൽ ഒരു നിഗൂഢമായ വലിയൊരു വനമുണ്ട്. ആ വനത്തിന്റെ നടുവിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കാലങ്ങളായി വർഷങ്ങളായി അടഞ്ഞിരിക്കുകയാണ്. കാരണം ആ കാട്ടിലൂടെ, ആ വനത്തിലൂടെ ആരെങ്കിലും അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നീട് ഇപ്പുറത്തെ ഈ നാട്ടിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ആ നിഗൂഢമായ വനത്തിൽ വെച്ച് ആ മനുഷ്യനെ അക്രമികളായ
കാട്ടുകള്ളന്മാർ ആ മനുഷ്യനെ ആക്രമിച്ച് വകവരുത്തും, അതല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ആ മനുഷ്യൻ മരണപ്പെടും എന്ന കാരണത്താൽ ഒരുപാട് വർഷങ്ങളോളമായി അടഞ്ഞു കടന്നിരുന്ന നിഗൂഢമായ വനത്തിന്റെ നടുവിലുള്ള ആ വഴിയിലൂടെ ഒരു ദിവസം ഇബ്നു ഖൈല തങ്ങളും തന്റെ കൂട്ടുകാരും തന്റെ നാട്ടിലിരിക്കുന്ന സമയത്ത് ആ നിഗൂഢമായ വനത്തിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. അത്ഭുതത്തോടെ ഇബ്നു ഖൈൽ തങ്ങളും തന്റെ ചങ്ങാതിമാരും നോക്കി. എന്തോരത്ഭുതമാണ്, എന്തോരത്ഭുതമാണ്! വർഷങ്ങളായി മുടങ്ങി നിന്ന ഈ വഴിയിലൂടെ ഇതേവരെ ഒരു മനുഷ്യൻ പോലും കടന്നു വന്നിട്ടില്ല. ആരെങ്കിലും ഇതിലൂടെ കടന്നു വന്നാൽ അവർക്ക് മരണം ഉറപ്പാണെന്ന് ആ നാട്ടിലുള്ള ആളുകൾ തീരുമാനിച്ചതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട തങ്ങള് നമ്മുടെ നാട്ടുകാർക്കും പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു ആവേശമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളക്കരയിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമായി വളരെ ആവേശത്തോടു കൂടെ പ്രിയപ്പെട്ട തങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. നേരത്തെ മഹലിന്റെ അഭിനന്ദനായ ഖത്തീബ് ഉസ്താദ് അഷ്റഫ് ദാരിമി പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ പഠിച്ച നന്ദി ദാറുസ്സലാമിൽ നിന്ന് തന്നെയാണ് പ്രിയപ്പെട്ട തങ്ങളും പഠിച്ചിറങ്ങിയത് എന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. അല്ലാഹു പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പാക്ക് എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഈ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യം പോലെ എല്ലാവിധ പ്രതിസന്ധികളിലും പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ചേർന്ന് നിൽക്കുന്ന ഇപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ശതാബ്ദി യാത്രയൊക്കെ നമ്മളൊക്കെ ലൈവായി കണ്ട ആളുകളാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ സേട്ടൊക്കെ അതിൽ സജീവമായി പങ്കെടുത്ത ആളുകളാണ് അന്തമാനിൽ നിന്ന്. ആ ഒരു യാത്രയിൽ തങ്ങളുടെ പിന്നിൽ അടിയുറച്ച് എല്ലാവിധ സാഹചര്യത്തിലും പ്രിയപ്പെട്ട തങ്ങള് ഓരോ മേഖലകളിലും ഓരോ സന്ദേശ യാത്രകളിലും ബഹുമാനപ്പെട്ട തങ്ങള് പ്രിയപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് കൂടെ ചേർന്ന് നിന്ന കാഴ്ചകളൊക്കെ ഞങ്ങളെ പോലത്തെ പ്രവർത്തകന്മാർക്കൊക്കെ അത് വളരെയേറെ കൺകുളിർമ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകുമാറാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഇതിന് കുറച്ച് ഡിലേ കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഖൈൽ തങ്ങൾ ആ നാട്ടിൽ ഇതേവരെ വർഷങ്ങളായി അടഞ്ഞു കടന്നിരുന്ന ആ വഴിയിലൂടെ ഒരു ദിവസം ഒരു മനുഷ്യൻ വരികയാണ്. അയാൾ വരുന്നതോ തന്റെ ചുമലിൽ ഒരുപാട് ചരക്കുകളുമായി തന്റെ കച്ചവട ആവശ്യത്തിൽ നിന്ന് ലാഭം കിട്ടിയ ഒരുപാട് മുതലുമായിട്ട് ആ വഴിയിലൂടെ കടന്നു വരുന്ന ആ മനുഷ്യനെ ഇബ്നു ഖൈൽ തങ്ങളും തന്റെ സഹപാഠികളും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇബ്നു ഖൈൽ തങ്ങൾ അത്ഭുതത്തോടെ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ വഴിയിലൂടെ കടന്നു വന്നത്? ഒരുപാട് വർഷങ്ങളായി ഈ വഴി അടഞ്ഞു കിടക്കുകയാണല്ലോ. ആരെങ്കിലും ആ വഴിയിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ ആ മനുഷ്യനെ ഒന്നില്ലെങ്കിൽ കാട്ടുകള്ളന്മാർ വധിച്ചു കളയും, അതല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോകും. നിങ്ങൾ എങ്ങനെയാണ് അത്ഭുതത്തോടെ ഈ വഴിയിലൂടെ കടന്നു വന്നതെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖൈൽ തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചപ്പോ ആ വന്ന മനുഷ്യൻ അത്ഭുതത്തോടെ മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഈ വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ആരാണ് ബദരീകളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ബദരീങ്ങളുടെ കാവൽ എന്താണ്? ഇന്ന് പലപ്പോഴായിട്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ബദരീകളെ മുൻനിർത്തി നമ്മൾ പറയുമ്പോ അതിനൊക്കെ അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ഇജാബത്ത് ലഭിക്കാനുള്ള കാരണം എന്താണ്? ഇബ്നു ഖൈൽ തങ്ങളോട് ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ പിതാവ് എനിക്കല്പം പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ പിതാവ് എനിക്കല്പം പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ വഴിയിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ കാട്ടാനകളുടെ അലർച്ചകൾ ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെ നിന്നോ കുതിരയുടെ കുളം പടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ശത്രുക്കൾ എന്റെ മുന്നിലേക്ക് കടന്നു വരണ്ടേ എന്ന് എനിക്ക്
ഉറപ്പായി. മാത്രമല്ല വന്യമൃഗങ്ങൾ എന്റെ മുന്നിലേക്ക് കടന്നു വരും, എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ എന്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്ന ചില പേരുകളുണ്ട്. ആ പേരുകൾ ഞാനങ്ങ് ഉച്ചരിച്ചു. ആ പേരുകൾ ഞാനങ്ങ് പറഞ്ഞപ്പോ പിന്നെ എവിടെ നിന്നോ ഒരു വല്ലാത്ത ശബ്ദം ഞാൻ കേട്ടു. വാളുകളെ തമ്മിൽ ഉരസുന്ന ശബ്ദം ഞാൻ കേട്ടു. ബഹുമാനപ്പെട്ട ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുന്ന വലിയ ചരിത്ര സംഭവമാണ്. വാളുകളെ തമ്മിൽ ഉരസുന്ന ശബ്ദം ഞാൻ കേട്ടു. മാത്രമല്ല കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം ഞാൻ കേട്ടു. എവിടെ നിന്നോ ആരൊക്കെയോ വന്നു. ശത്രുക്കളെ തുരത്തോടിക്കുന്ന വല്ലാത്ത അത്ഭുതകരമായ കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉഖൈൽ തങ്ങളോട് കൂട്ടുകാരമെന്ന് പറഞ്ഞപ്പോ അത്ഭുതത്തോടെ ഇബ്നു ഉഖൈൽ ചോദിച്ചു, നിങ്ങൾ കണ്ട പേരെന്താണ്? നിങ്ങൾ പറഞ്ഞ പേരെന്താണ്? ഏത് നാമങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്? ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉഖൈൽ തങ്ങളോട് ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തത്, ഇന്ന് നമ്മൾ പറയുന്ന നാമങ്ങളില്ലേ, കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞ നാമങ്ങളില്ലേ, വർഷങ്ങളായി നമ്മൾ പറഞ്ഞൊരു നാമമില്ലേ, മജ്‌ലിസുൻ നൂറിന്റെ സദസ്സിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കറിൻ ഉമർ ഉസ്മാൻ സുമ്മ ഹൈദർ നസ്ലുൽ ലിഔഫിൻ ആമിർ വതൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അലിഫൻ സുബൈർ യുബ്നിസ് സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇംറാൻ വഉബയ്യുൻ ബയ്യുൻ അബ്ദുല്ലാഹ് എന്ന് നമ്മൾ ഇങ്ങനെ പാടുന്ന പാട്ടുകളെ, ആ പാടുന്ന ബൈത്തിൽ നമ്മൾ ഒരുപാട് നാമങ്ങൾ പറയാറില്ലേ? അതേ നാമങ്ങളാണ് അബൂബക്കർ തങ്ങളുടെ പേരുണ്ടതിൽ, ഉമർ തങ്ങളുടെ പേരുണ്ടതിൽ, ഉസ്മാൻ തങ്ങളുടെ പേരുണ്ടതിൽ, അവരുടെ നേതാവായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമവും ഉണ്ടതിൽ. ഇതങ്ങ് ഇബ്നു ഉഖൈൽ തങ്ങൾ കണ്ടപ്പോ അത്ഭുതത്തോടെ ഇബ്നു ഉഖൈൽ തങ്ങൾ പറഞ്ഞു, ഈ പട്ടാളത്തിന് മുന്നിൽ എത്ര വലിയ ശത്രുക്കൾ വന്നാലും, ഏതൊക്കെ വലിയ കാട്ടാനകൾ വന്നാലും അവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. വെറുതെയല്ല നിങ്ങൾ ഈ വഴിയിലൂടെ കടന്നു വന്നതെന്ന് അത്ഭുതത്തോടെ ഇബ്നു ഉഖൈൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതേ ബദരീങ്ങളുടെ നാമമാണ് നമ്മൾ പറയാറുള്ളത്. അവരെ മുൻനിർത്തിയാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. കാരണം അല്ലാഹു അവരെ ബഹുമാനിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ഏറെ ബഹുമാനിച്ചതാണ്. അല്ലാഹു ബഹുമാനിച്ചവരെ അല്ലാഹു ബഹുമാനിച്ചവരെ നിങ്ങളും ബഹുമാനിക്കണേ എന്നല്ലേ കൽപ്പന. അല്ലാഹു ബഹുമാനിച്ച ഒരു വിഭാഗം, അതേ വിഭാഗത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ആ ബദരീങ്ങളെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. കാരണം അവരെ അല്ലാഹു ബഹുമാനിച്ചതാണ്. അതുകൊണ്ടാണല്ലോ ഉമർ തങ്ങൾ ഹജറുൽ അസ്വദിനെ ചൂണ്ടിയിട്ട് ഹജറുൽ അസ്വദിനോട് പറഞ്ഞത്, ഹജറുൽ അസ്വദേ, നീ വെറുമൊരു കല്ലാണ്, നീ വെറുമൊരു കല്ലാണ്, പക്ഷെ എന്റെ രാജാതിരാജനായ റബ്ബ് തന്നെ ആദരിച്ചു. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആദരിച്ചു, തന്നെ ബഹുമാനിച്ചു. അതുകൊണ്ടാണ് ഈ ഉമർ നിന്നെ ബഹുമാനിക്കുന്നത്, നിന്നെ ചുംബിക്കുന്നത് എന്ന് ഉമർ തങ്ങളല്ലേ ഹജറുൽ അസ്വദ് എന്ന കല്ലിനോട് പറഞ്ഞത്. അത് വെറുമൊരു കല്ലാണെങ്കിലോ, ബദരീങ്ങൾ നമ്മളെ പോലെ മനുഷ്യരാണെങ്കിലോ, ആ മനുഷ്യരെ അല്ലാഹു ബഹുമാനിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിച്ചതാണ്. ലോകത്തുള്ള എല്ലാ ആകാശ ഭൂമി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ബഹുമാനിച്ചതാണ് ബദരീങ്ങളെ. അതുകൊണ്ടാണ് സാധുക്കളായ നമ്മളും ആ ബദരീങ്ങളെ ബഹുമാനിക്കുന്നത്. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾക്ക് മാത്രമല്ല പ്രത്യേകതയുള്ളത്, ആ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും പ്രത്യേകതയുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ആ ബദറിൽ പങ്കെടുത്ത മലക്കുകളെ അല്ലാഹു സൃഷ്ടിച്ചത് ലക്ഷക്കണക്കിന് കോടാനുകോടി മലക്കുകളെ അല്ലാഹു സൃഷ്ടിക്കുമ്പോഴോ ബദറിലേക്ക് അല്ലാഹു ഇറക്കിയ മലക്കുകൾക്ക് അവരെ പടച്ചതെന്തിനാണ്? അന്ന് ആ മലക്കുകളെ ബദറിലേക്ക് ഇറക്കി അവിടെ വെച്ച് യുദ്ധം ചെയ്തു. മലക്കുകൾ തിരിച്ച് ആകാശത്തേക്ക് കയറിപ്പോയി അല്ലാഹുവിന്റെ പക്കലേക്ക് ചെന്നു. സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അവരിരുന്നു. അവർക്ക് മറ്റു ജോലികളില്ല, അവർക്ക് വേറൊരു പരിപാടികളുമില്ല, അവർക്ക് തസ്ബീഹുകളില്ല, അവർക്ക് തഹ്ലീലുകളില്ല. അവർക്ക് ബദറിലേക്ക് വരിക, ബദറിൽ ഹബീബായ തങ്ങളുടെ സ്വന്തം ചേർന്ന് നിന്നുകൊണ്ട് മുത്തുനബിയുടെ കൂടെ നിന്നുകൊണ്ട് ശത്രു സൈന്യത്തെ നേരിടുക എന്ന ജോലിയല്ലാതെ മറ്റൊരു ജോലിയും ആ മലക്കുകൾക്ക് പോലുമില്ല. ഇന്നവർ സ്വർഗത്തിലിരുന്ന് ഈ ലോകം കാണുകയാണ്. അതുകൊണ്ട് അവിടെ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും വല്ലാത്ത പവിത്രതയാണ്. മലക്കുകളുടെ പവിത്രത പറയുമ്പോ പിന്നെ എങ്ങനെയാണ് ബദറിൽ പങ്കെടുത്ത ആ ബദരീങ്ങൾക്ക് മഹത്വമില്ലാതെ വരിക? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന നമ്മളെ പോലുള്ള മുഅ്മിനീങ്ങൾ, നമ്മുടെ പാരമ്പര്യത്തിലേക്ക് കടന്നുപോയി നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന, നമ്മുടെ നേതൃത്വമായ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തന്ന ആ ബദരീങ്ങളെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെയോ അതിരറ്റ് സ്നേഹിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളായി മാറാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്തരത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെയും ഇവിടെയും പറയുന്നത് കണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളിൽ കേൾക്കുന്നത് കണ്ട് ബദരീങ്ങളെ എതിർക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ എതിർക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് പാടില്ല, നമ്മുടെ മക്കൾക്കും പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരെ സ്നേഹിച്ചാൽ, നമ്മൾ അവരോടൊപ്പം അടിയുറച്ചു നിന്നാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ആരാണ് ബദരീങ്ങള്? ആ ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളുടെ പവിത്രത എന്താണ്? അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരേ ഒരു ഉദാഹരണം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ആ ബദറിൽ പങ്കെടുത്ത ഒരു വലിയ സ്വഹാബിയാണ് മഹാനായ സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. 10 പേരോട് നബി തങ്ങൾ സ്വർഗ്ഗം നിർബന്ധമാക്കി. ആ 10 പേരിൽപ്പെട്ട സഈദ് ബിൻ സയ്യിദ് എന്ന് പറയുന്ന സ്വഹാബി വര്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഖുർആനിലെ അവസാന വരികളിൽ നമ്മൾ പാടാറില്ലേ? സഅദിൻ സഈദിൻ സുബൈർ തൽഹതു വഅബി ഉബൈദത വബ്നി ഫിൽ ആശിരിൽ കറമി മൗലായ. സഈദ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധമുഖത്താണ്. 4 ദിവസത്തോളമായി സഈദ് തങ്ങൾ കിടന്നുറങ്ങിയിട്ട് യുദ്ധത്തിന്റെ കാര്യത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കുകയാണ്. തനിക്ക് രാത്രിയായാൽ ഉറക്കമില്ല, യുദ്ധത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. എന്റെ ഹബീബിന് എന്തെങ്കിലും പറ്റുമോ? എന്റെ ഹബീബിന്റെ ദീനിന് വല്ലതും സംഭവിക്കുമോ? എന്റെ സ്വഹാബത്തിന് വല്ലതും സംഭവിക്കുമോ എന്ന് പേടിച്ചു വരച്ച് രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നില്ല. ദിവസങ്ങളായ സഈദ് കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളോളമായ സഈദിന്റെ കണ്ണിലേക്കും ശരീരത്തിലേക്കും ഉറക്കം കടന്നു വന്നിട്ട് ഉറങ്ങാതെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ കൂട്ടുകാരൻ സഈദ് തങ്ങളോട് പറഞ്ഞു, സഈദേ, നീയൊന്ന് കിടന്നുറങ്ങ്. നിന്റെ ശരീരത്തിന് ക്ഷീണം വന്നിട്ടുണ്ട്, നിന്റെ കണ്ണുകൾക്ക് തളർച്ച വന്നിട്ടുണ്ട്. സഈദ് തങ്ങളെ, നിങ്ങളൊന്ന് കിടന്നുറങ്ങണേ എന്ന് മഹാനായ സഈദ് ബിൻ സയ്യിദ് തങ്ങളോട് പറഞ്ഞപ്പോ, കൂട്ടുകാര് നിർബന്ധിച്ചപ്പോ സഈദ് തങ്ങൾ അറിയാതെ അങ്ങ് കിടന്നുപോയി. കിടന്ന പാടേ ശരീരത്തിന്റെ ക്ഷീണം കാരണം, കണ്ണിന്റെ ഉറക്ക് കാരണം സഈദ് തങ്ങൾ അങ്ങ് ഉറക്കത്തിലേക്ക് അലിഞ്ഞുപോയി. വല്ലാത്ത ഉറക്കിലേക്ക് ബഹുമാനപ്പെട്ട സഈദ് തങ്ങൾ കടന്നുപോയപ്പോ ഉറക്കിൽ വെച്ച് സഈദ് തങ്ങൾ ഇങ്ങനെ എന്തോ വിളിച്ചു പറയുകയാണ്. കൂട്ടുകാർ അത്ഭുതത്തോടെ നോക്കി സഈദ് തങ്ങൾ ഉറക്കിൽ വിളിച്ചു പറയുകയാണ്. ഗുണമായ നിദ്രയിലേക്ക് കടന്നുപോയി. നമ്മളങ്ങനെയാണല്ലോ, ഒരുപാട് ദിവസം ക്ഷീണമൊഴിച്ച് ക്ഷീണമായി പ്രയാസമായി ഉറക്കില്ലാതെ
നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. എന്നതുപോലെ സഈദ് തങ്ങൾ ഉറക്കിലെന്തോ വിളിച്ചു പറയുന്നുണ്ട്. കൂട്ടുകാര് ശ്രദ്ധിച്ചു കേട്ടപ്പോ സഈദ് തങ്ങൾ വിളിച്ചു പറയുന്നത് എന്തെന്നറിയുമോ? മാഖല്ലിനീ യാ ഐനാ മർദിയാ എന്നെ വിടരുത്, എന്നെ പറഞ്ഞേക്കല്ല, ഓ ഐനാ മർദിയ എന്നെ പറഞ്ഞേക്കല്ല എന്ന് ഗൂഢമായ നിദ്രയിൽ കിടന്ന് ബഹുമാനപ്പെട്ട സഈദ് ബിൻ സഈദ് തങ്ങൾ വിളിച്ചു പറയുകയാണ്. കൂട്ടുകാർ ഉറക്കി കിടക്കുന്ന സഈദ് തങ്ങളുടെ ശരീരത്തിൽ തട്ടി ഞെട്ടി എഴുന്നേറ്റ് സഈദ് തങ്ങൾ ചോദിച്ചോ, എന്ത് പറ്റി, എന്ത് പറ്റി, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത്? കൂട്ടുകാര് ചോദിച്ചു, സഈദേ നീ എന്താണ് ഈ വിളിച്ചു പറയുന്നത്, എന്താണ് നീ വിളിച്ചു പറയുന്നത് എന്ന് സഈദ് തങ്ങളോട് ചോദിച്ചപ്പോ സഈദ് തങ്ങൾ പറഞ്ഞു, ഞാനൊരു കിനാവ് കണ്ടു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് ഞാൻ കണ്ട സ്വപ്നം എന്നറിയുമോ? ആ കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോ സഈദ് തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടല്ലാതെ, ഞാൻ മരണപ്പെട്ടിട്ടല്ലാതെ ഞാൻ കണ്ട സ്വപ്നത്തെ നിങ്ങൾ മറ്റാരോടും പറഞ്ഞു കൊടുക്കരുത്. പിന്നീട് സഈദ് തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഈ ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്താണ് ഞാൻ കണ്ടതെന്നറിയുമോ? ഞാനിങ്ങനെ അല്ലാഹുവിന്റെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ആ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോ അല്പം പെൺകുട്ടികളെ ഞാൻ കണ്ടു, ചില പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. വല്ലാത്ത സുന്ദരമാണ്, കാണാൻ നല്ല അഴകുള്ള പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ, ആ സ്ത്രീകളെ ഞാൻ കണ്ടപ്പോ ആ പെണ്ണുങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഹൂറുൽ-ഈങ്ങൾ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വഹൂറുൽ ഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൂറുൽ ഈങ്ങൾ നിങ്ങളാണോ? ആ സമയത്ത് ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഹൂറുൽ ഈങ്ങളല്ല, ഞങ്ങൾ ആ ഹൂറുൽ ഈങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളുകളാണ്, അവരുടെ പരിചാരികളാണ് ഞങ്ങൾ എന്ന് ആ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ഹൂറുൽ ഈങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാൻ അല്പം കൂടെ എന്നോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. അല്പം ഞാൻ മുന്നോട്ട് നടന്നു നോക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സിദ്റാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നു. ആ സ്വർഗത്തിൽ നിൽക്കുന്ന സിദ്റാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സുന്ദരമായ ആ പെൺകുട്ടിയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഐനാ മർദിയ എന്നാണ് എന്റെ പേര് ഐനാ മർദിയ എന്നാണ്. ഞാൻ അല്ലാഹുവിന്റെ ഹൂറുൽ ഈങ്ങൾ, നിങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു നിയോഗിച്ച നിങ്ങളുടെ ഭാര്യയായ ഹൂറുൽ ഈനാണ് ഞാനെന്ന് സഈദ് തങ്ങളോട് ദുനിയാവിൽ കടന്നിട്ടാണ് സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങളെ മഹാനവറുകളെ സ്വപ്നം കാണുന്നത്. ചിന്തിക്കണേ ഉമ്മമാരെ, ചിന്തിക്കണേ ചെറുപ്പക്കാരെ, ദുനിയാവിൽ കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങളെ സ്വപ്നം കാണാൻ, കിനാവ് കാണാൻ ഏതൊരാൾക്കാണോ ഭാഗ്യം ലഭിച്ചത് അതാണ് ബദരീങ്ങള്. മഹാനായ സഈദ് തങ്ങൾ ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ പെണ്ണിനെ ഒന്ന് തൊടാൻ വേണ്ടി നിന്നപ്പോ ആ പെണ്ണ് പറഞ്ഞു, പാടില്ല. ഹൂറുൽ ഈൻ പറഞ്ഞു, പാടില്ല, നിങ്ങൾക്ക് ഞാൻ ഹലാലായിട്ടില്ല. 3 ദിവസം നിങ്ങൾ കാത്തു നിൽക്കുക. 3 ദിവസം കഴിഞ്ഞാല് ആ യുദ്ധത്തിൽ ഷഹീദായി എന്റെ അടുക്കലേക്ക് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അന്നാണ് ഞാൻ നിങ്ങൾക്ക് ഹലാലാവുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ തൊടാൻ പോയപ്പോ ആ പെണ്ണ് എന്നിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് മാഖല്ലിനീ യാ ഐനാ മർദിയ എന്ന് ഞാൻ പറഞ്ഞതെന്ന് സഈദ് തങ്ങൾ ആ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇതോടെ പറഞ്ഞത്? ആരാണ് ബദരീങ്ങള്? ആരാണ് സ്വഹാബത്ത്? ആ സ്വഹാബത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. സ്വഹാബത്തിൽ തന്നെ ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണം. അവരെ മുൻനിർത്തിയാണ് നമ്മൾ അല്ലാഹുവിലേക്ക്
തങ്ങൾക്ക് ദുആ ചെയ്യുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തങ്ങളവറുകൾ കാത്തിരിക്കുകയാണ്. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്തിനാണ് നമ്മൾ ബദരീങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നത്? എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അവരുടെ പ്രത്യേകത? അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭാഗ്യമാണ്. അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടു. നമ്മുടെ അവസ്ഥയോ? നമ്മളെ അവസ്ഥ എന്താണ്? നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏറെ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചൊരു വിഭാഗം. ആ വിഭാഗത്തെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് പാടെ ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് ഉപ്പയോടും ഉമ്മയോടും ബഹുമാനമില്ല. പ്രായമായവരോട്, പ്രായമില്ലാത്ത ആളുകൾക്ക് ബഹുമാനമില്ല. പണ്ഡിതന്മാരുടെ വക്കിൽ നിന്ന് സാധാരണക്കാർക്ക് ബഹുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യക്കൊക്കെ ബഹുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടമായി ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിലും ആരോടും ഒരു പ്രത്യേകമായ, പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടുവന്നിരുന്ന ആ ഒരു ബഹുമാനം നഷ്ടപ്പെട്ടു. പണ്ടൊക്കെ ഒരു കാരണവരെ കണ്ടാല് നമ്മളെ പരിസരത്തേക്ക് പോകൂല, പേടിയായിരുന്നു അല്ലേ? അല്ലെ, പള്ളിയിലെ ഉസ്താദിനെ കണ്ടാല് ഉസ്താദ് ഇതിലെ പോണുണ്ട് പറഞ്ഞാൽ നമ്മൾ അഖിലം കണ്ടു. പക്ഷെ ഇന്ന് ഉസ്താദ് കുട്ടിനെ കണ്ടിട്ടില്ലെങ്കിലും കുട്ടി വിളിക്കും, ഏയ് മൊലിയരെ. അങ്ങനത്തെ കുട്ടികളായി വളരുകയാണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് ബഹുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു ചെക്കനെ കണക്കുമാശ വിളിച്ചൊരു സംഭവം പറയുന്നുണ്ട്. കണക്കുമാശ വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ കണക്കുമാശ ഭാര്യയാണ് ഫോൺ എടുത്തത്. അപ്പൊ ചെക്കൻ പറഞ്ഞു, ഞാനിങ്ങനെ കണക്കുമാശ കിട്ടാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, മോനെ കണക്കുമാശ് കുറച്ച് ദിവസം മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ചെക്കനോ വല്ലാത്ത വിഷമം കൊണ്ട് ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും വിളിച്ചു. ഞാൻ നേരത്തെ വിളിച്ചാണ്, കണക്കുമാശ കിട്ടാൻ വേണ്ടി വിളിച്ചതാണ്. ഭാര്യ പറഞ്ഞു, മോനെ കണക്കുമാശ 2 ദിവസം മുമ്പ് മരിച്ചിട്ടുണ്ട്. ചെക്കൻ ഫോൺ വെച്ചു. പിന്നെയും വിളിച്ചു. പിന്നെയും വിളിച്ചപ്പോ കണക്കുമാശ ഭാര്യയോട് പറഞ്ഞു, ഞാൻ കണക്കുമാശ കിട്ടാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, അല്ലടാ എന്നോടല്ല പറയണ കണക്കുമാശ മരിച്ചുപോയി. ചെക്കൻ ഉടനെ തന്നെ പറയാണ്, കണക്കുമാശ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഒരു സുഖാണ്. കണക്കുമാശ്, കാരണം നമുക്ക് എല്ലാവർക്കും കണക്കുമാശ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഭീകരമായൊരു സാധനമാണല്ലോ. അപ്പൊ കണക്കുമാശ് മരിച്ചെന്ന് കേൾക്കുമ്പോ, കാരണം കുട്ടികളുടെ ഇടയിൽ നിന്ന് മാഷാകട്ടെ, ഉസ്താദുമാരാകട്ടെ, അവരുടെ ഇടയിൽ നിന്ന് ബഹുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിനോടും, ഏതൊരു കാര്യത്തിന്റെ പേരിലും ബഹുമാനം നഷ്ടപ്പെട്ടാൽ, ആദരവ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതുകൊണ്ട് ഗുണങ്ങളുണ്ടാവില്ല. പണ്ട് കാലത്തൊക്കെ ഖുർആൻ നമുക്ക് കൃത്യമായി ഓതാൻ കഴിയുമെന്നോ, ഖുർആനിന്റെ സുന്ദരമായ ഈണത്തിലൂടെ ഈ സദസ്സ് തുടങ്ങുമ്പോ എന്തോ ഒരു സുന്ദരമായിട്ടാണ്, എന്തോ ഒരു ആനന്ദത്തിലാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോന് ഖുർആൻ പാരായണം ചെയ്തത്. പഴയ കാലത്ത് എന്റെ ഉമ്മമാർക്കും എന്റെ സഹോദരിമാർക്കൊക്കെ ഖുർആൻ നല്ല രൂപത്തിൽ ഓതാൻ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ മക്കൾക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നറിയാം? ഖുർആനിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. സമയമായാലും ഒന്നറിയിക്കണേ. സമയമായാലേ എഴുത്തുന്നാ മതി, കുഴപ്പമില്ല കേട്ടോ. അത് തങ്ങളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിവിടെ പ്രസംഗിക്കാൻ ചെറിയൊരു പ്രയാസമില്ല. തങ്ങളെ ബുദ്ധിമുട്ടില്ലല്ലോ. പഴയ കാലത്ത് നമുക്ക് എന്തായിട്ടായിരുന്നു ഖുർആനൊക്കെ എളുപ്പത്തിൽ കിട്ടിയത്. പക്ഷെ ഇന്നെന്തായി? ഖുർആനിനോടുള്ള ആ ഒരു ഉപകാരം നമുക്ക് നഷ്ടം. കാരണം എന്താണ്? പണ്ട് മദ്രസയിലേക്കൊക്കെ പോകുമ്പോ ഖുർആൻ പിടിച്ചിരുന്ന ഒരു രൂപമുണ്ട് അല്ലെ? ഖുർആൻ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് മദ്രസയിലേക്ക് പോകുക. അങ്ങനല്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലേ? ഉറങ്ങ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല മനുഷ്യന്മാരെ. പണ്ട് നമ്മൾ ഖുർആൻ മദ്രസയിൽ പോകുമ്പോൾ ഖുർആൻ ഇങ്ങനെ പിടിച്ചിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ ഖുർആൻ എങ്ങനെ കൊണ്ടുപോകണം? നേരെ പിറകിലേക്ക്, ബേഗിലങ്ങിട്ടും പിറകിലേക്ക് ഇട്ടിട്ട് ഖുർആനുമായിട്ട് മദ്രസയ്ക്ക് പോവാം. ആ കുട്ടികൾക്ക് ഖുർആനെ കൊണ്ടുള്ള ഉപകാരം നഷ്ടപ്പെടും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതൊരു കാര്യത്തിൽ അതിനോട് ബഹുമാനം നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് ഉപകാരം ലഭിക്കൂല. പിതാവിനോടും മാതാവിനോടും മക്കൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് പിതാവിനും മാതാവിനും ഗുണമുണ്ടാകും. സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിൽ ബഹുമാനം നിലനിൽക്കണം. ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് ബഹുമാനം നിലനിൽക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ സുന്ദരമായ സുദൃഢമായ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള
നല്ല റാഹത്തുള്ള ജീവിതം നമുക്ക് കിട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ബദരീങ്ങളുടെ പേരിലുള്ള സദസ്സാണ്. ഈ ദീൻ ഇത്രത്തോളം സുന്ദരമായി നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നത് ബദരീങ്ങളല്ലേ. എന്തോ ഒരു പ്രയാസങ്ങളാണ് അവര് സഹിച്ചത്. തന്റെ വീടും തന്റെ ജീവിതവും തന്റെ നാടും വിട്ടിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബദറിലേക്ക് ബദരീങ്ങൾ പങ്കെടുക്കാൻ പോയപ്പോ ശത്രുക്കള് ബദരീങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളോട് ഭാര്യമാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഓ പെണ്ണേ, എന്റെ ഭർത്താവിന് തിരിച്ചു വരിക, നിന്റെ കൂടെ ഞാൻ കിടക്കാം പെണ്ണേ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരാം പെണ്ണേ. ആരോടാണ് പറഞ്ഞത്? ബദരീങ്ങളുടെ ഭാര്യമാരോട്. കൊടും ക്രൂരതകൾ ചെയ്ത ശത്രു സൈന്യത്തിൽപ്പെട്ട ആളുകളാണ്. ബദരീങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട്, ഞാൻ നിന്റെ കൂടെ കിടക്കാം, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, നിന്റെ ഭർത്താവിന് തിരിച്ചു വരില്ല എന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞ ശത്രുക്കളെയാണല്ലോ ബദരീങ്ങൾ പരാജയപ്പെടുത്തിയത്. ആ സമയത്ത് ആ ബദരീങ്ങളുടെ ഭാര്യമാര് പറഞ്ഞൊരു മറുപടിയുണ്ട്, അല്ലയോ നിങ്ങൾ കാഴ്ചവെക്കുന്നത് ദുനിയാവിലെ ആവശ്യങ്ങളാണ്, പക്ഷെ ഞങ്ങൾ കാണുന്നത് നാളെ ഞങ്ങളുടെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിലെ ജീവിതമാണ്. എനിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, എന്റെ മക്കൾ എത്തിയമായാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഞാനും എന്റെ മക്കളും ഞാനും എന്റെ ഭർത്താവും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാണ്. അതിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഭർത്താവ് യുദ്ധത്തിന് പോയത് എന്ന് വളരെ താല്പര്യത്തോടുകൂടെ ആത്മാർത്ഥമായി ബദരീങ്ങളുടെ ഭാര്യമാര് ആ ശത്രു സൈന്യത്തോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ച, അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, കഴിക്കാൻ ഒരു നേരം ഭക്ഷണമില്ല, കുടിക്കാൻ ഒരു നേരം വയറ് നിറച്ച് ദാഹമാവുന്നത് വരെ കുടിക്കാൻ വെള്ളമില്ല. ഒന്നാലോചിച്ചു നോക്കുക, ഇന്ന് നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നവരാണ്, ദാഹിക്കുമ്പോ വെള്ളം കുടിക്കുന്നവരാണ്, യാത്ര ചെയ്യാൻ വാഹനങ്ങളുണ്ട്. ഒന്ന് വെയിലത്തിലൂടെ നടന്നിട്ട് സൂര്യന്റെ ചുവട്ടിലൂടെ വെയിൽ കൊണ്ട് നടന്ന് നമ്മൾ അല്പം ചൂട് സഹിക്കാൻ കഴിയാതെ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് AC ഇട്ട് അല്ലെങ്കിൽ ഫാൻ ഇട്ടിരിക്കുന്ന ആളുകളാണ്. മനസ്സിലാണില്ലേ? എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ള ഒരു സൗകര്യത്തിനും കുഴപ്പമില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതമാണ് സ്വഹാബത്തിന്റെ ജീവിതം. ആ ബദരീങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ പെട്ട പ്രയാസങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ തന്റെ ജീവിതത്തില് ഉഹദ് മലയോട് ചൂണ്ടിയിട്ട് ഹബീബായ തങ്ങളെന്നാലും ഉഹദ് മലയെ നീ സ്വർണ്ണമാകുക എന്ന് പറഞ്ഞാൽ അപ്പടി ഉഹദ് മല സ്വർണ്ണമാകുമായിരുന്നു. അത്തരത്തിലുള്ള പ്രവാചകരാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചത്. ഒരു ദിവസം ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഹബീബായ തങ്ങൾ കടന്നു വരികയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ തന്റെ പേരമക്കളായ ഹസൻ ഹുസൈനാര് തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. റസൂലുള്ള വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഈത്തപ്പഴം പൊതിഞ്ഞു വന്ന ചാക്കിൽ കടന്നിട്ട്, ഈത്തപ്പഴം പൊതിഞ്ഞു വന്ന ചാക്കിലാണ് ഹബീബായ തങ്ങളുടെ പേരമക്കൾ കിടക്കുന്നത്. അവിടെ കിടന്നിട്ട് പൊട്ടി കരയുകയാണ്. പിഞ്ചുമക്കള്, പാല് കുടിക്കുന്ന മക്കളാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, മക്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവർക്ക് കഴിക്കാൻ വല്ലതും കൊടുക്കും ഫാത്തിമ. ആരാണ് പറയുന്നത്? ലോകത്തിന്റെ രാജകുമാരനാണ്. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മോളെ കഴിക്കാൻ അവർക്ക് വല്ലതും നൽകണേ മോളെ. ആ സമയത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ എന്റെ വീട്ടിലൊന്നുമില്ല, അവർക്ക് കഴിക്കാനൊന്നുമില്ല, വിശന്നിട്ടാണ് കുട്ടികൾ ഇങ്ങനെ കരയണത്. ആ സമയത്ത് തന്റെ പൊന്നുമോളോട് ഹബീബായ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞ ദൂരത്തിന്റെയും അധാർമികതയുടെയും ആനന്ദത്തിന്റെയും ചുവടുകളുമായിട്ട് നിക്കാഹിന്റെയും വിവാഹത്തിന്റെയും വേദികളിൽ നമ്മൾ തുള്ളുന്ന അതികോപ്രായങ്ങൾ കാണിക്കുന്ന നമുക്ക് ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതാണ്. ആരാണ് ഫാത്തിമ? ആരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? മുത്തുനബി ഫാത്തിമ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ കഴിക്കാനൊന്നുമില്ല. ആ സമയത്ത് തന്നെ പിതാവായ ഹബീബായ തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, കഴിക്കാനൊന്നുമില്ലെങ്കിലും നീയൊരു ഉമ്മയല്ലേ മോളെ? ആ മക്കൾക്ക് പാല് കൊടുക്കും ഫാത്തിമ, ആ മക്കൾക്ക് മുലപ്പാൽ
നിൽക്കുന്നു. ബാപ്പയാണെങ്കിലും അടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. റസൂലുള്ളാഹി മാറി നിന്നപ്പോഴാണ് അല്പസമയം കഴിഞ്ഞിട്ടും കുട്ടികളുടെ കരച്ചിലിന് മാറ്റമില്ല. കുട്ടികൾ തേങ്ങി തേങ്ങി കരയുകയാണ്. പിന്നെ അല്പം ഗൗരവത്തോടെ റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, എന്നോടല്ല പറഞ്ഞതാ മക്കൾക്ക് പാൽ കൊടുക്കാനെന്ന്. ഫാത്തിമ ബീവിയോട് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ തന്റെ രണ്ട് കൈകളെ കൊണ്ട് തന്റെ മുഖമങ്ങ് പൊത്തിയിട്ട് എങ്ങനടിച്ച് ഫാത്തിമ ബീവി കരയുകയാണ്. റസൂലുള്ളാഹിയോട് കരയുകയാണ്. കൺതടത്തിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ തടം തല്ലിയാൽ തുടങ്ങുകയാണ് ഫാത്തിമ ബീവിയുടെ മുഖത്തോടെ. റസൂലുള്ളാഹി കണ്ണുനീരങ്ങ് തുടച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് കരയണത് മോളെ? എന്തിനാണ് ഫാത്തിമ നീ ഇങ്ങനെ കരയണത്? ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. ഫാത്തിമ ബീവി ആ സമയത്ത് റസൂലുള്ളാഹിയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്റെ മക്കൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്ഥലങ്ങൾ എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ മക്കൾക്ക് പാല് കിട്ടുന്നില്ല. 3 മാസത്തോളമായി ഫാത്തിമ വല്ലതും കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഈ ഫാത്തിമയുടെ സ്ഥലങ്ങളിൽ നിന്ന് പാല് വറ്റിപ്പോയി നബിയേ. എന്റെ മക്കളുടെ വായിലേക്ക് സ്ഥലങ്ങൾ വെച്ചു കൊടുത്തപ്പോ അവർക്ക് പാല് ലഭിക്കുന്നില്ല നബിയേ. നമ്മുടെ മകളാണ് നമ്മളോട് പറയണതെങ്കിലും നിങ്ങൾ ചിന്തിക്കട്ടെ, നമ്മുടെ മക്കളെ കെട്ടിച്ച വിട്ട വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ മക്കള് പട്ടിണിയും പരിവട്ടവും പറയുകയാണെങ്കിൽ ആ കൈ പിടിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ നോക്കണേ. തന്റെ മകള് ദാരിദ്ര്യം പറഞ്ഞപ്പോ, തന്റെ മകള് വിശപ്പ് പറഞ്ഞപ്പോ, ഒരു പിതാവ് എന്നുള്ള നിലക്ക് ഹബീബായ തങ്ങൾ തന്റെ ഖമീസിന്റെ കീശയിലേക്ക് കൈയിട്ട് നോക്കി. തന്റെ മകൾക്ക് കൊടുക്കാൻ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു പോലും റസൂലുള്ളാഹിന്റെ കയ്യിൽ തടഞ്ഞില്ല. ഒരു ഈത്തപ്പഴം പോലും തന്റെ മകൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഹബീബായ തങ്ങൾ. എന്തോ ഒരു ദാരിദ്ര്യമാണ്. ഇന്ന് നമ്മുടെ സുഖത്തിനും ആനന്ദത്തിനും ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ സൗകര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴോ അല്ലാഹുവിന്റെ ദീന മറക്കാൻ പാടില്ല, അല്ലാഹുവിന്റെ പ്രവാചകനെ മറക്കാൻ പാടില്ല, ബദരീങ്ങളെ മറക്കാൻ പാടില്ല. ഇന്ന് സദസ്സിലേക്ക് നല്ല മനസ്സോടുകൂടെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട തങ്ങളവറുകളിൽ നിൽക്കുന്ന സദസ്സാണ്. ഈ സദസ്സിന്റെ അവസാനം ഈ പറയപ്പെട്ട ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ ദുആയിൽ തങ്ങളൊരു വാക്ക് പറയും. ഈ സദസ്സിലേക്ക് സഹായിച്ച, ഈ സദസ്സിലേക്ക് സഹകരിച്ച ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി പ്രിയപ്പെട്ട തങ്ങൾ ദുആ ചെയ്യുമ്പോ നമുക്കതിന് ഭാഗമാക്കാവണ്ടേ? ഇൻഷാ അല്ലാഹ് ഇതിന്റെ എസ്എഎസ്എഫിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാര് നിങ്ങളുടെ പക്കലിലേക്ക് ബക്കറ്റുമായി വരികയാണ്. കാര്യമായിട്ട് നിങ്ങളെ സഹായിക്കുക, കാര്യമായി സഹായിക്കുക. നൽകുന്ന ഓരോ നാണയത്തുള്ളികളോ, നൽകുന്ന ഓരോ സംഖ്യകളോ നാളെ ബദരീങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിലിരിക്കാം, ഹബീബായ തങ്ങളെ കാണാൻ എന്ന നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ ആ ബക്കറ്റിലേക്ക് നിങ്ങൾ ഇട്ടു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഈ പറയപ്പെട്ട ഫാത്തിമ ബീവിയെ നാളെ സ്വർഗ്ഗത്തിലൊന്ന് കാണണ്ടേ? ആയിഷ ബീവിയെ നാളെ സ്വർഗ്ഗത്തിലൊന്ന് കാണണ്ടേ? ഖദീജ ബീവിയെ നാളെ സ്വർഗ്ഗത്തിലൊന്ന് കാണണ്ടേ? ആസിയ ബീവി മുത്തുനബി തങ്ങളുടെ വധുവായി, മുത്തുനബി തങ്ങളുടെ പത്നിയായിട്ട് ആ വിവാഹത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള, ഖദീജ ബീവി അടക്കമുള്ളവർ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ മാറ്റി ഒരുക്കുമ്പോ ആ കല്യാണത്തിൽ നമുക്കൊന്ന് കൂടണ്ട മുമ്പിനെ. അതിനുവേണ്ടി നല്ല നിയ്യത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളുടെ പക്കലേക്ക് വരുമ്പോ പിശുക്ക് കാണിക്കല്ല. ബദരീങ്ങളുടെ പേരിലാണ്. ആ ബദരീങ്ങളുടെ നേതാവ് ഹബീബായ തങ്ങളാണ്. ആ ബദരീങ്ങളിൽ പെട്ടവരൊക്കെ ദീനിനു വേണ്ടി അവരുടെ എല്ലാതും നൽകിയവരാണ്. നമ്മളോട് ചോദിച്ചത് സമ്പത്താണ്. അന്ന് ബദരീങ്ങളുടെ പക്കലിൽ സമ്പത്തില്ല, അന്ന് ബദരീങ്ങളുടെ പക്കൽ സമ്പത്തില്ല. പക്ഷെ സമ്പത്തിനേക്കാൾ വലിയ ആർജവും ധീരതയുമാണ് അവർ ദീനിന് നൽകിയത്. തന്റെ ശരീരം, തന്റെ ചോര, തന്റെ ആയുസ്, തന്റെ ജീവിതം എല്ലാം ഈ ദീനിന് വേണ്ടി സമർപ്പിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ട
കയ്യിൽ നിന്ന് ദീനിന് വേണ്ടി അല്പമെങ്കിലും രക്തം പൊളിഞ്ഞിട്ടുണ്ടോ എന്നതിന്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിലും തന്റെ കഴുത്തിലേക്ക് കടാരകൾ കുത്തിയിറക്കി തന്റെ കയ്യെ തന്റെ ശരീരത്തിൽ നിന്ന് വേറിട്ട അത്ഭുതകരമായ സംഭവം. ഒരു സ്വഹാബി യുദ്ധം നടക്കുകയാണ്. കയ്യിൽ വെട്ടുകൊണ്ട കൈയുമായിട്ട് വീണ്ടും ഈ സ്വഹാബി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് ഈ കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കൊണ്ട് യുദ്ധം ചെയ്യാൻ സ്വഹാബിക്ക് ഒരു പ്രയാസമാണ്. കാരണം ഈ തൂങ്ങി കിടക്കുന്ന കൈയുമായിട്ട് മറ്റേ കൈ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഈ പ്രയാസമായി തോന്നിയ ഈ തൂങ്ങി കിടക്കുന്ന തന്റെ എല്ല് വേദിച്ച് എല്ല് മുറിഞ്ഞിട്ട് തോലിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കൈ, ചിന്തിക്കണേ, എല്ല് വേദിച്ച് തോലിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഈ കൈ അല്ലാഹുവിന്റെ ദീനിന് യുദ്ധം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോ, ഈ കൈ അല്ലാഹുവിന്റെ ദീനിന് യുദ്ധം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോ കൈയെടുത്ത് മഹാനവറുകൾ ഒരു കല്ലിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് തന്റെ കാലുകൊണ്ട് ആ കയ്യങ്ങ് ചവിട്ടി. എന്നിട്ട് അങ്ങ് വലിച്ചിട്ട് തന്റെ ശരീരത്തിൽ നിന്ന് ആ കയ്യങ്ങ് ഭേദിച്ച് കളയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് തനിക്ക് പ്രയാസമായ ഒരു കൈ പോലും എന്റെ ശരീരത്തിൽ വേണ്ട എന്ന് പ്രയത്നിച്ച് ഈ ജീവിതവും തന്റെ ജീവിതവും തന്റെ മരണവും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നൽകിയ ആ ബദരീങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്പം നമ്മൾ കൊടുക്കുന്നത്. ആ പ്രിയപ്പെട്ട മക്കൾ വരുമ്പോ നിങ്ങൾ കണ്ടില്ലെന്നോ വെക്കല്ലേ, കാര്യമായി നിങ്ങൾ സഹായിക്കണേ. മാത്രമല്ല, കഴിഞ്ഞ 12 മാസത്തോളമായി മജ്‌ലിസുൻ നൂർ നടക്കുകയാണ്. ആ മജ്‌ലിസുൻ നൂർ വളരെ വിപുലമായ രൂപത്തിൽ ഇവിടെ നടക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരുപാട് ആളുകൾ ഭക്ഷണം നൽകിയവരാണ്. അതിലേക്ക് ഓരോ മാസം ഓരോ ആളുകൾ ഭക്ഷണം ഏറ്റെടുത്തവരാണ്. ഓരോ മാസവും ഓരോ ആളുകൾ ഭക്ഷണം ഏറ്റെടുത്തവരാണ്. അത്തരത്തിലാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈ മജ്‌ലിസുൻ നൂറിന്റെ ഭക്ഷണത്തിന്റെ കാര്യം നടന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു വർഷം നമുക്ക് മജ്‌ലിസുൻ നൂർ നടത്തേണ്ട മുന്നിനെ ഈ ബദരീങ്ങളുടെ നാമം നമ്മുടെ മണ്ണാർക്കാട് പള്ളിയിലും മുഴങ്ങേണ്ട സഹോദരിമാരെ, ഈ ബദരീങ്ങളുടെ കാവലും അവരുടെ വെളിച്ചവും ഈ മണ്ണാർക്കാട് എന്ന പറയുന്ന പ്രദേശത്ത് ഉയരണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മജ്‌ലിസിലേക്ക് കടന്നു വരുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക്, ബദരീങ്ങളുടെ നാമം പറഞ്ഞ മുഅ്മിനീങ്ങൾക്ക്, ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് നല്ല നിയ്യത്തോടുകൂടെ നമുക്ക് ഭക്ഷണം നൽകണം. ആ ചീരണി നൽകണം. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ആ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ സഹായം ചെയ്യുക. ഒരു കുടുംബം ഒന്നടക്കം ആ ഭക്ഷണത്തിലേക്ക് സഹായം ചെയ്യാം. ഏകദേശം 20,000 രൂപയാണ് ഒരു ഭക്ഷണത്തിന്, ഒരു മജ്‌ലിസുൻ നൂറിന് ചെലവ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ചോദിക്കുന്നത് അല്ലാഹുവിന്റെ ബദരീങ്ങൾക്ക് വേണ്ടിയാണ്. ആ ബദരീങ്ങളുടെ നാമം ഇവിടെ ഉയരാൻ വേണ്ടിയിട്ടാണ്. ആ ബദരീങ്ങളുടെ നാമം പറയുന്ന സദസ്സിന് വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് 20,000 രൂപ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരുമിച്ച് കൊടുക്കാൻ കഴിയൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒറ്റക്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയൂല. പക്ഷേ 2-3 ആളുകൾ കൂടിയിട്ട് 4 ആളുകൾ 5,000 വെച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ചിരുന്ന് തന്റെ വാപ്പയ്ക്ക് വേണ്ടി, തന്റെ ഉമ്മയ്ക്ക് വേണ്ടി, തന്നെ പോറ്റി വളർത്തിയ തന്റെ പൊന്നുമ്മയ്ക്ക് വേണ്ടി, ഇന്ന് ഉമ്മ ആരുടെ ഖബറിന്റെ ചോട്ടിലാണ്, ഇന്ന് ഉപ്പ ആരുടെ ഖബറിന്റെ ചോട്ടിലാണ്. തന്റെ ഉമ്മ തനിക്കെല്ലാം തന്നു, തന്റെ പിതാവിനിക്ക് എല്ലാം ബാക്കി വെച്ചു. ഇന്ന് പിതാവ് ഒന്നുമല്ലാതെ ഇരുട്ടറയുള്ള ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ആ ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് ഒരുപാട് സുഹൃതങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള, ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി ബദരീങ്ങളുടെ പേരിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ പട്ടാളത്തിന്റെ പേരിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഭക്ഷണം നൽകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നല്ല നിയ്യത്തോടെ ഒന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട തങ്ങളുടെ പാപ്പോടുണ്ട് ഈ മജ്‌ലിസിൽ വെച്ച് സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉസ്താദന്മാര്, പണ്ഡിതന്മാരിരിക്കുമ്പോ ഈ സദസ്സിൽ വെച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിലേക്ക് നല്ല നിയ്യത്തോടുകൂടെ നിങ്ങൾ ഏറ്റെടുത്താൽ 12 മാസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസം തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് മാസം ഒരു വിഹിതം മാറ്റിവെച്ചാൽ ഈ മജ്‌ലിസുൻ നൂറിലേക്ക് ഒരു നേരം ഭക്ഷണം നൽകിയാൽ അതിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചോദിച്ചാലോ, മഹാനായ ഉസ്മാൻ തങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാണ് ഉസ്മാൻ തങ്ങൾ എന്നറിയുമോ? ദുനിയാവിൽ വെച്ച് സ്വർഗ്ഗത്തിലെ ഭക്ഷണം കഴിച്ചവരാണ്. ദുനിയാവിൽ വെച്ച് സ്വർഗ്ഗത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് ശഹീദായി പോയവരാണ്. ഉസ്മാൻ തങ്ങളുടെ വീട് ശത്രുക്കൾ ഇങ്ങനെ വലയം ചെയ്യുകയാണ്. ദിവസങ്ങളോളമായി വീട്ടിലാണ്, പുറത്തിറങ്ങാൻ കഴിയണില്ല.
ശത്രുക്കൾ വീട് ചുറ്റിയിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് ദിവസവും സുന്നത്ത് നോമ്പാണ്. നോമ്പ് നോറ്റ് അവസാനം മഹാനായ ഉസ്മാൻ തങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് ഒരു ദിവസം അസറിന്റെ സമയത്താണ് ഒരു ശത്രു പാഞ്ഞെടുക്കുകയും ഉസ്മാൻ തങ്ങളുടെ വയറിലേക്ക് കടാര കൊണ്ട് നിസ്കരിക്കുന്ന ഉസ്മാൻ തങ്ങൾ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ, ആ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് കടാര കുത്തി ഇറക്കിയിട്ട് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി പുറത്തേക്ക് പോവുകയാണ്. ഈ രക്തം ഖുർആനിന്റെ പേജിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അസർ ബാങ്ക് കൊടുത്തു. ഉസ്മാൻ തങ്ങൾ എങ്ങനെയൊക്കെയോ അസർ നിസ്കാരം കഴിഞ്ഞു. അസർ കഴിഞ്ഞിട്ട് മഗ്‌രിബിലേക്ക് അടുക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ കന്നും നോമ്പാണ്. രാവിലെ മുതൽ ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഉസ്മാൻ തങ്ങളെ മഗ്‌രിബ് വാങ്ങി കൊടുക്കുമ്പോ നോമ്പ് തുറക്കേണ്ടതുണ്ട്. അറിയാതെ കണ്ണങ്ങ് മയങ്ങിപ്പോയി, കൽബങ്ങ് ഒതുങ്ങിപ്പോയി. ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്തിലാണ് കിനാവിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും ഒരു തളികയിൽ ഇരുന്ന് സ്വർഗ്ഗത്തിലെ ഭക്ഷണം കഴിക്കുന്നത്. ചായയിലായി പോകരുത്. ഉസ്മാൻ തങ്ങൾ കിനാവ് കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും അതുപോലെ മഹാനായ ഉമർ തങ്ങളും ഒരു തളികയിൽ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കഴിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖം കണ്ടപ്പോൾ ഉസ്മാൻ തങ്ങൾ സന്തോഷമായി രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. ഉസ്മാൻ തങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല, ഉസ്മാൻ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ സമയത്താണ് ഹബീബായ തങ്ങൾ ചോദിച്ചത്, ഉസ്മാൻ ശരീരത്തിന് വേദനയുണ്ടോ? ഉസ്മാൻ ചങ്കില് ദാഹം സഹിക്കാൻ കഴിയുന്നില്ല. ഉസ്മാൻ വയറിൽ വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഇല്ല നബിയേ, ദാഹിച്ചിട്ട് വയ്യ നബിയേ, വിശന്നിട്ട് വയ്യ നബിയേ, എങ്കിലും എനിക്ക് നോമ്പാണ് എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്, നോമ്പുകാരനായി അങ്ങയുടെ അടുക്കലേക്ക് വരാം. ആ സമയത്താണ് പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ബാങ്ക് വിളിച്ചത്. മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഭക്ഷണം എടുത്തു. എന്നിട്ട് ഉസ്മാൻ തങ്ങളിലേക്ക് നീട്ടിക്കൊടുത്തു. എന്തോ ഒരു ഭാഗ്യമാണ്, എന്തോ ഒരു ഭാഗ്യമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. സ്വർഗ്ഗത്തിലെ ഭക്ഷണം ദുനിയാവെന്ന് കഴിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാന് എന്റെ ഉസ്മാൻ തങ്ങൾക്ക് ഇത്ര വലിയ ഭാഗ്യം ലഭിച്ചത് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സഹാബത്തിനും ലഭിക്കാത്ത ഭാഗ്യം, മറ്റൊരു മനുഷ്യനും ലഭിക്കാത്ത ഭാഗ്യം. സ്വർഗ്ഗത്തിലെ ഭക്ഷണം ദുനിയാവിൽ നിന്ന് കഴിക്കാനുള്ള ഭാഗ്യത്തിനുള്ള കാരണം എന്തെന്നറിയോ? സഹാബത്ത് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. ഉസ്മാൻ തങ്ങളെ തന്റെ എല്ലാം ദീനിനു വേണ്ടി നൽകിയവരാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ, ദീനിനു വേണ്ടി വല്ലതും ചോദിച്ചാൽ ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. എല്ലാം ദീനിനു നൽകി, സമ്പത്തെല്ലാം ദീനിനു നൽകി, തന്റെ എല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ദീനിനു നൽകിയിട്ട് മഹാനായ ഉസ്മാൻ തങ്ങളെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. ദുനിയാവിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ദീനിന് നൽകി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് ചോദിച്ചത്, അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ താല്പര്യം കാണിക്കണേ. നമ്മൾ കൂട്ടുകൂടേണ്ടത് എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ മക്കൾ എത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല നല്ല ജോലിയുള്ളവരുണ്ട്, ജോലി ഇല്ലാത്തവർക്ക് അല്ലാഹു നല്ല ജോലി നൽകട്ടെ. റിട്ടയർഡ് ആയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, മജ്‌ലിസുന്നൂറിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ ആരെങ്കിലും ഈ സദസ്സിൽ നിന്ന് കൈപൊന്തിച്ചാൽ ഈ കഴിഞ്ഞ നാളെ അല്ലാഹുവിന്റെ ബദരീങ്ങൾ പിടിച്ചു നാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നല്ല നെയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ, അൽഹംദുലില്ലാഹ് ഇത് ഏറ്റെടുത്തതാ
പള്ളി കമ്മിറ്റിയാണ്. ഒന്നാമത്തത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ല് കമ്മിറ്റി അത് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമുക്ക് നേതൃത്വം, നമ്മുടെ നേതൃത്വം അങ്ങനെ നമുക്ക് കാണിച്ചു തരാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ മനാർ അല്ലേ, മനാഫ് ഉപ്പാക്ക് വേണ്ടി ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അതുപോലെ സൈനുദ്ദീൻ ഫാമിലി ഉപ്പാക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഞാൻ ഖദീജ എന്ന് പറയുന്ന ഒരു സഹോദരി മരിച്ച ഉപ്പാക്ക് വേണ്ടിയിട്ട്, ഗഫൂർ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല മനസ്സോടുകൂടെ ഏറ്റെടുത്തിട്ട് അത് ഫാമിലി ആയിട്ട് മനാഫ് ഫാമിലി ആയിട്ട് ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പാതി റൗള വാഴുന്ന സോനമേ ഇഷ്ഖറിയാതെ ചൊല്ലിടുന്നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനൊന്ന് ആത്മാർത്ഥമായി ആമീൻ പറയണേ. ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തുകൾ ഞങ്ങളുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ പഠിച്ചവനെ, ബദരീങ്ങളുടെ പേര് ഈ സദസ്സിൽ നിന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിച്ചപ്പോ വളരെ ആവേശത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ ഏകദേശം 5ഓളം ആളുകൾ ഇതിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ പഠിച്ചവനെ, അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നാളെ സ്വതന്ത്രത്തിലെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഈ ബദരീങ്ങളെ കൺകുളിർക്ക കാണാൻ അവരുടെ പിതാക്കന്മാർ, അവരുടെ ഉപ്പമാര്, വല്യപ്പമാർ, അങ്ങനെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ ഈ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഖബറിടത്തിലേക്ക് അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഖബറിടം കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി ജോലിയെടുത്ത് പാവപ്പെട്ട ഞങ്ങളെ പോറ്റി വളർത്തിയത് ഞങ്ങളുടെ വാപ്പയാണ്. ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ്. ഇന്നവരാരുമില്ലാത്ത ആരുടെ ഖബറിന്റെ ചോട്ടിലാണ്. എന്തോ ഒരു വലിയ ഭാഗ്യവാന്മാരായ ഉപ്പയും ഉമ്മയുമാണ്. ആ വാപ്പയും ഉമ്മയൊക്കെ ഖബറിൽ കിടക്കുമ്പോ അവരുടെ ഖബറിടത്തിലേക്ക് ഈ മക്കൾ ചെയ്തത് കണ്ടില്ലേ. അല്ലാഹുവേ ആ ഉപ്പയെയും ഉമ്മയെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ നാദാ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ദുആ ചെയ്യുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ ഇതിലേക്ക് സഹായിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിയുന്നത് പോലെ ഒരു 5 ആള് ഒരുമിച്ച് ഒരു 5000 രൂപ ഏറ്റെടുത്താലും മതി. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു 5000 വെച്ച് ഏറ്റെടുത്തോളി. ഒരു 4 ആളെ ഗ്രൂപ്പായിട്ട് അങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത മജ്‌ലിസുന്നൂറിലേക്ക് ആരാണ് ഒരു 5000 രൂപ നമ്മുടെ മജ്‌ലിസുന്നൂറിലെ ഭക്ഷണത്തിലേക്ക് നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചിട്ട് തങ്ങളുപ്പാപ്പ ദുആ ചെയ്യും. മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത്. ആരാണ് പേര്? എന്താ പേര്? ബറക്കത്ത് ചെയ്യണേ. അതാണ് ആവേശം. ദീനിന്റെ കാര്യം പറയുമ്പോ സ്വഹാബാക്കളുടെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ചോദിച്ചാൽ മുത്തുനബി ഉണ്ടോ ഇല്ല എന്നല്ല, ഞാൻ തരാം നബിയെ, ഞാൻ തരാം ഹബീബായ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് കൈപൊതിക്കുന്ന സ്വഭാവം അത് സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. അവരുടെ പക്കൽ ഒന്നുമില്ലാഞ്ഞിട്ടാണ് എങ്കിലും തരാമെന്നുള്ള
വലിയ ബോധ്യത്തോടുകൂടെ ജോലിയെടുത്ത് പണിയെടുത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് സമ്പത്ത് കൊണ്ടുകൊടുക്കുന്ന ആളുകൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ കൈ നാളെ ബദീങ്ങൾ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. അള്ളാഹു തആല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകട്ടെ. ആരാണ് ഒരാളും കൂടെ? മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ്? ഒരു പ്രായമായ, അതൊക്കെ നമുക്ക് അർജവം. നമ്മുടെ കാരണവന്മാര് പ്രായമായ ആളുകൾ ഇത്ര നേരം കാല് വേദന എടുക്കുന്നുണ്ട്, മുട്ട് വേദന എടുക്കുന്നുണ്ട്, ഊരക്ക് വേദന ഉണ്ട് എങ്കിലും വളരെ താല്പര്യത്തോടു കൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അല്ലാഹു നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. നാമീ പറയും മനുഷ്യന്മാരെ, അല്ലാഹു നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആ പരമ്പരയിൽ വന്ന പ്രിയപ്പെട്ട തങ്ങളും പാപ്പാടെ മുന്നിൽ വെച്ചിട്ടാണ് ഉസ്താദെ ഞാൻ തരാം 5000 എന്ന് പറഞ്ഞത്. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മുത്തുനബിയോടുകൂടെ ബദരീങ്ങളോടുകൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ഒന്ന് നോക്കി നോക്കി, മക്കളെ സഹോദരിമാരെ നോക്കി കോലൊക്കെ മാഷാ അല്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതാണ് അല്ലേ ആ ഒരു ഒരുമാണ്ടിൽ ഞങ്ങൾ മൂന്നാളും അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരിക്കലും വെറുതെ ആവൂല. തങ്ങൾ പാപ്പാന് മുന്നേ ഞാൻ പറയണേ, മജ്‌ലിസ് നൂറിലേക്ക് നിങ്ങൾ നിയ്യത്താക്കിയിട്ട് കൊടുത്തോ. ഭക്ഷണത്തിനാണ്, അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പടച്ച റബ്ബ് അതിനുള്ള ഫലം തരും. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഉപ്പമാരോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ ബദരീങ്ങൾക്ക് വേണ്ടി, ഈ മജ്‌ലിസുൻ നൂറിന് വേണ്ടി പാണക്കാട്ടെ പൂമുത്ത് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകിയ, അവര് ഞങ്ങളോട് ചൊല്ലാൻ പറഞ്ഞ ഈ ബദരീങ്ങളുടെ നാമം പറയുന്ന മജ്‌ലിസുൻ നൂറിലേക്ക് വരുന്നവർക്ക് ഒരു നേരം ഭക്ഷണം നൽകാൻ പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ ഉസ്താദെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉപ്പമാരാണ്, സഹോദരന്മാരാണ്. അല്ലാഹുവേ വെറുതെ ആക്കല്ല നാഥാ, ഞങ്ങൾക്ക് ആ ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, ദീനിനു വേണ്ടി ഒരു നേരത്ത് പോലും ആളെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അല്ലാഹുവേ പടച്ചവനെ ആ ബദരീങ്ങളെ സ്നേഹിച്ചവരാണ്, ഈ മജ്‌ലിസുൻ നൂറിനെ സ്നേഹിച്ചവരാണ്, അതിലേക്ക് ഞങ്ങളെ അകമണിഞ്ഞ് സഹായിച്ചവരാണ്. ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നീ വെറുതെ ആക്കല്ല അല്ലാഹ്. അവരുടെ എല്ലാ കാര്യത്തിലും നീ ഖൈർ നൽകണേ തമ്പുരാനെ. ഉണ്ടായിട്ട് നൽകുന്നവരല്ല എന്നറിയാമേ, ഇല്ലാത്തതിൽ നിന്ന് നൽകുന്ന പ്രിയപ്പെട്ടവരാണ്. അവരുടെ മക്കൾ കഴിക്കേണ്ട ഭക്ഷണമാണ്, അവരുടെ കുടുംബം അനുഭവിക്കേണ്ട സമ്പത്താണ്. പക്ഷേ ഈ മജ്‌ലിസുൻ നൂറിന്റെ സദസ്സിലേക്ക് വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ 5000 അതുപോലെ അതിലേക്ക് ഭക്ഷണത്തിലേക്ക് ഓരോ കുടുംബങ്ങൾക്ക് 20,000 ഏറ്റെടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് ഏറ്റെടുക്കുമ്പോ അല്ലാഹുവേ റഹ്മായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പകരം നൽകാൻ സ്വർഗമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 8 ആയിട്ട് ഒരു 4 കൂടി, 4 മാസത്തേക്കും കൂടി ഇൻഷാ അല്ലാഹ് ആയാലും നമുക്ക് അവസാനിപ്പിച്ച് ദുആ ചെയ്യാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. കഴിവിന്റെ പരമാവധി സഹോദരിമാരൊന്നും ഏറ്റെടുക്കണില്ല. നല്ല ഉമ്മമാരാണല്ലോ മണ്ണാർക്കാട്ട് ഉമ്മമാര്, നല്ല സഹോദരിമാരൊന്ന് നോക്കി നോക്കി, നിങ്ങൾ ഓരോ മെയിൻറ്റെയിൻ ചെയ്യും. അവിടെ സഹോദരിമാരില്ല, ആളില്ല. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങളുടെ ഭാര്യമാരുടെ കൂടെ നാളെ സ്വർഗത്തിലിരുന്നിട്ട് അവരുടെ ഭർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട നമുക്ക്
അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, നല്ല നീയത്തോടു കൂടെ നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. 8 മാസത്തെ ഭക്ഷണമായിട്ടുണ്ട്, ഇനി ഒരു 4 മാസം കൂടി അല്ലാഹു നീ ഖൈർ നൽകണേ. അല്ലാഹ് ഇനി 5000 നൽകാനാകാത്തവര് 3000 അല്ലെങ്കിൽ 2000 ഒക്കെ നൽകിയിട്ട് ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് സഹായിക്കുക. തീർച്ചയായിട്ടും നമ്മൾ പാപ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ആ മാസത്തിലെ മജ്‌ലിസുൽ നൂറിന്റെ ഭക്ഷണമായിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. കാര്യമായിട്ട് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരായ മക്കളാരുടെയൊക്കെ പ്രായമായ ആളുകൾ അവരെ എഴുതിയതാണ്. അതില് ഒരുപാട് നല്ല ചെറുപ്പക്കാരായ മക്കളൊക്കെ കാണുന്നുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നിങ്ങളെ കഴിയുന്ന രൂപത്തിൽ ഒരു 3313 രൂപ ഇൻഷാ അല്ലാഹ് നല്ല നീയത്തോടുകൂടെ ഏറ്റെടുക്കി അവരുടെ ബദരീങ്ങളുടെ ബറക്കത്ത് നമുക്ക് ഉണ്ടാകും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഷലാരുള്ളത് ഒരു 3000 രൂപ, 3313 രൂപ. അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹ് എന്തൊരു ആവേശമാണ് പടച്ചോനെ. എന്റെ ദീനിന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി മനുഷ്യന്മാരെ. നമ്മുടെ മക്കൾ കഴിക്കേണ്ട ഭക്ഷണം അല്ലേ അത്? നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും കുടുംബം ഓരൊക്കെ ഒന്നുമല്ലാണ്ട് ഖബറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നുമല്ലാതെ പച്ച മണ്ണിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ ആരുടേതാണ്? നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ കുടുംബങ്ങളൊക്കെ ചെയ്തെന്നതല്ലേ? അവരൊന്നുമല്ലാതെ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ മക്കൾ ആ ഖബറിടത്തിലേക്ക് ഒരുപാട് സവാബുകൾ അയച്ചു കൊടുക്കാൻ അല്ലാഹു നീ ഖബൂലാക്കണേ. അല്ലാഹ് സഹോദരന്റെ എല്ലാവിധ മുറാദുകളും നീ ഹാസിലാക്കണേ. അല്ലാഹ് മാഷാ അല്ലാഹ് പ്രായമായ ഒരാൾ അല്ലാഹു ബറക്കത്ത് ചെയ്യണം. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അല്ലാഹു നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതാ മോനെ, അതാ മൂപ്പര് 3000 ഇതില്ല. അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹു നീ ഖബൂലാക്കണേ റബ്ബേ. ഞാനതാണ് ഇവിടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണൂല പ്രായം. ഞാൻ എപ്പോഴും പറയാൻ അന്തമാനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഈമാനിക ശിആറോടുകൂടെ എല്ലാവരും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സദസ്സിലാണെങ്കിൽ ഈ തൊപ്പിയും ഈ ഒരു വെള്ള വസ്ത്രങ്ങളൊന്നും അധികം കാണൂല. പ്രായമായ ആളുകൾ തന്നെ തൊപ്പിയൊന്നും അങ്ങനെ ഇടൂല. പക്ഷെ തൊപ്പിയിട്ട താടി വെച്ച നല്ല ഈമാനിക പ്രഭ തുളുമ്പുന്ന എന്റെ പ്രിയപ്പെട്ട പ്രായമായ എന്റെ കാരണവന്മാർ, ഉപ്പമാർ, അല്ലാഹുവേ നീ ആഫിയത്ത് ആരോഗ്യം കൊടുക്കണേ. അല്ലാഹ് ഇനിയും ഇതേപോലുള്ള മജ്‌ലിസുകളിൽ ഒരുപാട് കാലം പങ്കെടുക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് എന്റെ ഉമ്മമാര് സഹോദരന്മാരും 310 ഇപ്പൊ കൊടുക്കണമെന്നില്ല, നിങ്ങൾ ഏറ്റെടുത്തിട്ട് പിന്നെ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കാര്യമായിട്ട് ഏറ്റെടുക്കുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മക്കളുടെ പേരിൽ, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെയാണോ അതിലേക്ക് സഹായിക്കുന്നവർ അല്ലാഹു എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ. അല്ലാഹ് ഈ മജ്‌ലിസുൻ നൂറിന്റെ ഈ സദസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ദുആ ചെയ്യാൻ ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഏകദേശമായിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരൊറ്റ സംഭവം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ഈ ബദരീങ്ങൾ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബിന് ബദരീങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യാതെ ബദരീങ്ങളെ ആ ബദറിൽ പങ്കെടുത്തതിന് നന്ദി ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ നന്ദി സൂചകമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരൊക്കെ വലിയ മഹാന്മാരാണ്, അവരൊക്കെ വലിയ മഹത്തുക്കളാണ്. അവരുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ നാളെ അവന്റെ സുവലോക സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പടച്ചവനെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനാത്തുകൾ, ആയിഷ ബീവി, ഖദീജ ബീവിയെ പോലെ ഖദീജ ബീവി റസൂലുള്ളാഹി തങ്ങളുടെ മണവാട്ടിയായി വന്നപ്പോ ഖദീജ ബീവി പറഞ്ഞൊരു ഒരു വർത്താനമുണ്ടല്ലോ. ആ നാട്ടിലെ ആളുകൾ പറഞ്ഞു, ഖദീജ നീ എന്തൊരു വിഡ്ഢിയാണ് ഖദീജ, ഇത്രയേറെ സമ്പത്തുള്ള നീ ഒരു സമ്പത്തുമില്ലാത്ത മുഹമ്മദിനെയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതെന്ന് ആ നാട്ടിലെ ആളുകളെ ഖദീജ ബീവിയെ കളിയാക്കിയപ്പോ ആളുകൾക്ക് എല്ലാവർക്കും സൽക്കാരം നൽകിയിട്ട് ആ ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. ഇന്ന് ഖദീജയ്ക്ക് എല്ലാമുണ്ട്, എല്ലാ സമ്പത്തും ഖദീജയുടെ വക്കലുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന് സമ്പത്തില്ല എന്നല്ല നിങ്ങൾ എന്ന് പറയണത്. എന്റെ മുഴുവൻ സമ്പത്തും ഇന്ന് എന്റെ ഭർത്താവിന് ഞാൻ നൽകുകയാണ്. ഇന്ന് മുതൽ ഖദീജ ദരിദ്രയാണ്, ഖദീജ ദരിദ്രയായ പെണ്ണാണ്. പക്ഷെ എന്റെ ഭർത്താവ് സമ്പന്നനാണ്, എന്റെ ഭർത്താവ് കോടീശ്വരനാണെന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ദീനിനെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഈ ബദരീങ്ങളുടെ സദസ്സിൽ വെച്ച് ബദരീങ്ങളെ മുൻനിർത്തി ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് ഇവിടെ തുടർന്നു പോകണം. ഖിയാമത്ത് നാൾ വരെ മജ്‌ലിസ് നൂറോടെ നടക്കണം. അതിന് നേരത്തെ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് അടക്കമുള്ളവർ, പ്രിയപ്പെട്ടവരടക്കമുള്ളവർ, ഉസ്താദ് അടക്കമുള്ളവരെ സൂചിപ്പിച്ചില്ലേ, അടുത്ത മജ്‌ലിസ് നൂർ നടക്കുമ്പോ വെറുമൊരു ആഘോഷമായിട്ടല്ലാതെ, വെറുമൊരു കാട്ടിക്കൂട്ടലായിട്ടല്ലാതെ പള്ളിയിലെ മജ്‌ലിസ് നൂർ നടക്കുമ്പോ വീട്ടിലിരിക്കാൻ പാടില്ല. മക്കളുടെ കൈപിടിച്ച് കുടുംബത്തോടൊപ്പം ആ മജ്‌ലിസ് നൂറിലേക്ക് പോകാൻ കഴിയണം. അവിടെ വെച്ച് മജ്‌ലിസ് നൂർ ചൊല്ലണം. എങ്കിലേ നാളെ നമ്മൾ മരിച്ച ഖബറിൽ കിടക്കുമ്പോ ഈ മക്കൾ മജ്‌ലിസ് നൂർ ചൊല്ലുകയുള്ളൂ, ഈ മക്കളെ ബദരീങ്ങളുടെ നാമം പറയുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് നാളെ ഖബറിലേക്ക് ഇന്ന് ഈ കാണുന്ന മനുഷ്യര്, ഈ കാണുന്ന ഉപ്പമാര് ചെയ്തതുപോലെ നാളെ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ മക്കൾ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള മജ്‌ലിസ് നൂറുകളിലേക്ക്
ആത്മീയമായ മജ്‌ലിസുകളിലേക്ക് അവരെ നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ മക്കളിലേക്കും ഈ ഒരു വെളിച്ചം നമ്മുടെ മക്കളിലേക്ക് നൽകിയിട്ട് അവരെ വളർത്താൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഒന്നുമല്ലാതെ ഞങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞു പോകുമ്പോഴും 10 മാഷാ അല്ലാഹ് 10 മാസത്തേക്കുള്ളതായിട്ടുണ്ട്. 2 കൂടി നമുക്ക് പൂർത്തീകരിച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കില്ല. നിങ്ങളുടെ ഒരു ആവേശം കാണുമ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നു. അത് റോട്ടുമുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. റോട്ടുമ്പോൾ കുറെ നല്ല നല്ല ചെറുപ്പക്കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടാ. നല്ല മനസ്സോടുകൂടെ നമ്മളാൽ കഴിയുന്ന 1000 രൂപ വെച്ചിട്ടാണെങ്കിലും ഈ ഭക്ഷണം ബാക്കിയുള്ളതുമായില്ല. ചിലപ്പോ ഇവിടെ ബക്കറ്റ് കൊടുത്തതൊക്കെ ഈ പരിപാടിക്കൊക്കെയാണ് ചിലപ്പോ ചെലവഴിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മള് ഇതിലേക്ക് ഭക്ഷണത്തിലേക്ക് നൽകുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു നീയത്തോടു കൂടെ നിങ്ങൾക്ക് നൽകാൻ കഴിയണം. അത് വലിയ ഫലം ഉണ്ടാവും. അല്ലാഹു തആല ഈ മജ്‌ലിസ് തീരണതിന് മുമ്പ് നല്ല നീയത്തോടു കൂടെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, 1000 രൂപയെങ്കിലും ഒന്ന് ചെല്ലുമോനെ, 1000 രൂപയെങ്കിലും നിങ്ങളെ നല്ല നീയത്ത് വെച്ചിട്ട് ഈ സദസ്സിൽ നിന്ന് ആ ഭക്ഷണത്തിലേക്ക് നൽകുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും തങ്ങളിപ്പോ ആ പുറപ്പൊക്കെ വേണ്ടി ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ല നീയത്തോടു കൂടെ ചെയ്യുക. കാരണം ഈ മജ്‌ലിസുൻ നൂറിന്റെ അവസാനത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരൊറ്റ ബൈത്ത് കൂടെ ഞാൻ ഓതിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ദാഹ മൗതനെ കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണർബനാ. എന്താണ് ആ പറയുന്നത്? എന്താണ് ആ മജ്‌ലിസുൻ നൂറിന്റെ അവസാനത്തിൽ നമ്മൾ പറയുന്നത്? ദാഹമൗതന്റെ കൂട്ടിടും നാളെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകുമല്ലോ. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നമ്മുടെ മയ്യത്ത് ഒന്നുമല്ലാതെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് നാളെ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വെക്കുമല്ലോ. ഇന്ന് നമ്മൾ നടന്ന് നല്ല വസ്ത്രം ധരിച്ച് നമ്മുടെ ഈ മജ്‌ലിസുൻ നൂറിന്റെ സദസ്സിലേക്ക് വന്നു. നാളെ ഒന്നുമല്ലാതെ ആരൊക്കെയോ ചേർത്ത് നമ്മളെ കുളിപ്പിക്കപ്പെടും. ഇന്ന് നമ്മളാണ് നമ്മുടെ ശരീരത്തെ കുളിപ്പിച്ചത്. നാളെ ആരൊക്കെയോ നമ്മുടെ ശരീരത്തെ കുളിപ്പിക്കും. ഇന്ന് നമ്മളാണ് നമ്മുടെ വസ്ത്രം ധരിച്ചത്. ഇതേവരെ നമ്മളാണ് നമ്മുടെ വസ്ത്രങ്ങൾ ധരിച്ചത്. നാളെ ആരൊക്കെയോ ചേർന്ന് നമ്മളെ വസ്ത്രം ധരിപ്പിക്കപ്പെടും. ആരൊക്കെയോ ചേർന്ന് കുളിപ്പിക്കപ്പെടും. ആരൊക്കെയോ ചേർന്ന് സുഗന്ധം പൂശും. എന്നിട്ട് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ പന്തല് വലിച്ചു കെട്ടും. അതിന്റെ താഴെ നമ്മുടെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയമുണ്ടല്ലോ, ആ മരിക്കുന്ന സമയമുണ്ടല്ലോ, നമ്മുടെ ചലനങ്ങൾ അവശേഷിക്കുന്ന, ചലനങ്ങൾ നിഷ്ഫലമാകുന്ന, നമ്മുടെ കൈയൊന്ന് അനക്കാൻ കഴിയാതെ, അടുത്തിരിക്കുന്ന ഭാര്യയൊന്ന് വിളിക്കാൻ കഴിയാതെ, മക്കളോടൊന്ന് യാത്ര പറയാൻ കഴിയാതെ, കണ്ണിന്റെ ഇമയൊന്ന് ചലിപ്പിക്കാൻ കഴിയാതെ, നാളെ നമ്മൾ മരിക്കുന്ന സമയത്ത് ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും. ആ സമയത്ത് വല്ലാത്ത ദാഹമാണ്, വല്ലാത്ത ദാഹമാണ്. പണ്ഡിതന്മാര് പറയുന്നത് കാണാം, ഒരു കടലോളം നദിയോളം വെള്ളം നമുക്ക് കിട്ടിയാലോ നമ്മുടെ ദാഹം തീരാത്ത അത്രമേൽ ദാഹമുള്ള സമയത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിൽ ശൈത്താൻ ഇബ്ലീസ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. എന്താണ് കൂസ് എന്ന് പറഞ്ഞാൽ? ഒരു പിഞ്ഞാണത്തിലെ ശുദ്ധമായ വെള്ളവുമായിട്ട് ഇബ്ലീസ് കൂസിനെ കാണിക്കും. എത്രത്തോളം ഒരു നദി വെള്ളം കുടിച്ചാൽ ദാഹം തീരാത്ത നമുക്ക് ഈ വെള്ളം കാണുമ്പോ നമ്മൾ അറിയാതെ കുടിച്ചു പോകില്ലേ? അതെങ്ങാനും കുടിച്ചാൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മൾ പുറത്തു പോകോ, അള്ളാന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകോ. അവസാനമായി ഞാൻ സൂചിപ്പിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, കാര്യമായിട്ട് ഈ മജ്‌ലിസുൻ നൂറിന്റെ ആ ബൈത്ത് ചൊല്ലുമ്പോ നാളെ നമ്മുടെ മരണം നന്നാകാൻ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി നല്ല നീയത്തോടുകൂടെ ചൊല്ലണേ. എല്ലാ മാസങ്ങളിലും ഈ മജ്‌ലിസുൻ നൂറിൽ പങ്കെടുക്കണേ എന്ന്